ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നെയ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നെയ് റോസ്റ്റ് മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു നെയ് റോസ്റ്റിൻ്റെ രഹസ്യക്കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് 1 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് രഹസ്യക്കൂട്ട് ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, അതാണ് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ സ്പൂൺ ഒരളവിൽ നമ്മൾ പച്ച ഉലുവ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നെയ് റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരുമൊരാന്ന് കിട്ടുമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് നമ്മൾ അരിയൊക്കെ കുതിർക്കാനിടുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. നമ്മൾ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഈ ഒരു പച്ചരിയിലും ഉഴുന്നിലും ചേർത്ത് കൊടുക്കേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാവേ. അപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് കുതിർത്തിട്ടെടുക്കാം. അപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പച്ചരിയും കടലപ്പരിപ്പ് ഉഴുന്നൊക്കെ കുതിർന്നോന്നൊന്ന് നോക്കിയിട്ടുണ്ട്. നല്ല രീതിക്ക് കുതിർന്ന് കിട്ടി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ ഇതിനെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരിയൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഓപ്ഷനിലാണ്. ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ് റോസ്റ്റ് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഒന്ന് സോഫ്റ്റായിട്ട് ആയിപ്പോകും. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ചൊന്ന് സോഫ്റ്റായിട്ടിരിക്കുന്ന നെയ് റോസ്റ്റ് കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ അവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണ ഇപ്പോഴും നമ്മൾ ഈ ഒരു നെയ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടിൽ മാത്രമല്ല, നമ്മൾക്ക് ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നല്ല പൂ പോലെ മാവ് പതഞ്ഞ് പൊങ്ങിയിട്ട് വരും, നല്ല സോപ്പ് പത പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മാവ് കൂട്ട് 8 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. മൂടിയൊക്കെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവെല്ലാം നല്ല രീതിക്ക് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോപ്പ് അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോപ്പ് പത പോലെ പതപതാ പതഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് ഞാൻ കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ്. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. സോഡാപ്പൊടിയൊന്നും ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
നെയ് റോസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിന് പകരം നമ്മുടെ ഇരുമ്പിൻ്റെ കല്ലുണ്ടല്ലോ, ആ ദോശക്കല്ലിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ദോശക്കല്ലിലാണെങ്കിലും തവയിലാണെങ്കിലും അത്യാവശ്യം ചൂട് വേണം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലുള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ മാവൊഴിച്ചിട്ട് ഇതേപോലെ കറക്കിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഒരിക്കലും റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അവിടെ കട്ട പിടിച്ചിട്ട് അടർന്നു പോരുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ ദോശ കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് ദോശ ഇതേപോലെ പരത്തിയെടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ദോശ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ദോശ നമുക്ക് നെയ് റോസ്റ്റ് റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിക്ക് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് നെയ്യ് അതിൻ്റെ മുകളിലേക്കൊന്ന് തടവി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നെയ്യുടെ ചുവയൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും എടുക്കുക കേട്ടോ. നെയ്യൊക്കെ ഈ ഒരു ദോശയുടെ ഇങ്ങനെ ഈ സൈഡ് വാരമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇനി ഇളവി പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ എനിക്ക് ആ ഒരു നെയ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് നമ്മൾ തൂത്തിട്ടുള്ള ബ്രഷ് ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൈഡിലൊന്നും പിടിക്കാതെ തന്നെ നമ്മുടെ നെയ് റോസ്റ്റ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോഴും കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള നെയ് റോസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നെയ് റോസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനൊരു കറി കൂടിയാണ് ഉണ്ടാക്കുന്നത്. പൊട്ടാറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മസാലക്കറി കൂടി നമുക്കുണ്ടാക്കാം. അതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകൊക്കെ പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും 2 സവാളയും 1 തക്കാളിയും 1 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കറി മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലൊക്കെ പിടിക്കുന്ന വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പച്ചവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലക്കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ദോശയ്ക്കൊപ്പം മാത്രമല്ല, ചപ്പാത്തിക്കൊപ്പം അപ്പത്തിനൊപ്പം ഒക്കെ നമുക്ക് ഈ ഒരു കറി നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതുപോലൊരു സാധനം വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടും നമുക്കിതേപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. കുക്കറിൽ ആകെ 2 വിസിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇതേപോലെ നല്ല രീതിക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടും. പക്ഷെ നമ്മൾ ഇതൊരു മൺചട്ടിയിൽ ഈ ഒരു കറി തയ്യാറാക്കി ഇതേപോലെ എടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. കുക്കറിൽ വെച്ചാലും ടേസ്റ്റൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റും നമ്മുടെ അതുപോലെ തന്നെ പൊട്ടാറ്റോ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.